നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ വിവിധതരം ജീവജാലങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലൊരു ജീവിയാണ് ഈച്ച. ആ ഈച്ചയെപ്പറ്റിയുള്ള വിവരങ്ങൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു. അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. സഭാപ്രസംഗി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വാക്യമാണിത്. ചെറിയ അളവിലാണെങ്കിലും തിന്മ ബാക്കിയുള്ള എല്ലാ മൂല്യങ്ങളെയും നിഷ്പ്രഭമാക്കുന്നു എന്ന ഒരു വലിയ സന്ദേശമാണ്, വലിയ ഒരാശയമാണ് ഈ ശൈലി വെളിപ്പെടുത്തുന്നത്. ഈച്ചയെ ഇംഗ്ലീഷ് പരിഭാഷകളിൽ ഫ്ലൈ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു, അവ അവരെ അരിച്ചു കളഞ്ഞു. സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു വാക്യമാണ്. ഈച്ചയെക്കുറിച്ചുള്ള മറ്റൊരു പരാമർശമാണ് ഇത്. എന്നാൽ ഈ ഈച്ച മറ്റൊരിനം ഈച്ചയാണെന്ന് ഈ സന്ദർഭം നമ്മളെ വിശദമാക്കുന്നുണ്ട്. അവൻ കൽപ്പിച്ചപ്പോൾ നായീച്ചയും അവരുടെ ദേശത്തെല്ലാം പേനും വന്നു. സങ്കീർത്തനം 105 രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമാണിത്. ഈ വാക്യം സൂചിപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ള മിസ്രൈമിലെ ബാധയെപ്പറ്റിയാണ്. നായീച്ച 4ാമത്തെ ബാധയായിട്ടാണ് മിസ്രൈമിൽ യഹോവ വരുത്തിയത്. അനവധി നായീച്ച ഫറവോൻ്റെ അരമനയിലും അവൻ്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിസ്രൈം ദേശത്ത് എല്ലായിടവും വന്നു. നായീച്ചയാൽ ദേശം നശിച്ചു. ഇത് പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വചനമാണ്. സാധാരണ ഈച്ചയിൽ നിന്ന് വ്യത്യാസമുള്ള മറ്റൊരിനം ഈച്ചയാണ് നായീച്ച. അവ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത്, അസംഖ്യമായി വരും. ഈ നായീച്ചയുടെ എബ്രായ നാമം ആറോബ് എന്നാണ്. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷകളിൽ ഫ്ലൈ എന്നു തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നായീച്ച എന്ന പദം ഇംഗ്ലീഷ് പരിഭാഷയിൽ ഫ്ലൈ എന്നു തന്നെയാണ്. ഇത് ഈച്ചയെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.